റൈറ്റ്. ലാലി വിൻസെന്റ്, താങ്കളിലേക്ക് മടങ്ങി വരാം. വി പ്രഭാകരൻ, ഇത് പോലീസിന് ലഭിച്ച ചില രഹസ്യ വിവരങ്ങളുടെ അടിസ്ഥാനത്തിൽ എടുക്കുന്ന സ്വാഭാവികമായ നടപടിക്രമം മാത്രമായി കണ്ടാൽ മതിയോ? അതിനപ്പുറത്ത് ഇതൊരു നേരത്തെ എൻ പി ചെക്കുട്ടി ചൂണ്ടിക്കാണിച്ചതുപോലെ ഒരു ഭീതി വിതയ്ക്കുക എന്ന ഉദ്ദേശ്യം ഇതിന് പിന്നിൽ കാണേണ്ടതുണ്ടോ? തീർച്ചയായും അങ്ങനെ തന്നെ നമുക്ക് കാണേണ്ടി വരും. കാരണം ഈ ഒരു നീക്കം പുതിയ ഒരു സംഗതിയല്ല. എത്രയോ കാലമായിട്ട് ഈ രാജ്യത്ത് മുസ്ലിം സമൂഹത്തിനെതിരെ നടത്തിക്കൊണ്ടിരിക്കുന്ന ഒരു മനഃശാസ്ത്രപരവും രാഷ്ട്രീയവുമായ യുദ്ധത്തിൻ്റെ ഭാഗമായിട്ട് തന്നെ കാണേണ്ടി വരും ഇതിനെ. യഥാർത്ഥത്തിൽ ഈ നടപടിയുടെ ഏറ്റവും കൗതുകകരമായൊരു കാര്യം, ഇന്ന് വരെ നമ്മുടെ കോടതികളോ നീതിന്യായ സംവിധാനങ്ങളോ ഒന്നും തന്നെ എന്താണ് തീവ്രവാദം, എന്താണ് ഭീകരവാദം എന്നതിനെക്കുറിച്ച് കൃത്യമായൊരു നിർവചനം നൽകിയിട്ടില്ല. എന്താണ് തീവ്രവാദമെന്ന് കൃത്യമായിട്ട് നിർവചിക്കാത്തൊരു കാര്യത്തെക്കുറിച്ചിട്ടാണ് ഇവിടെ മുസ്ലിങ്ങളെ തീവ്രവാദികൾ എന്ന് പറഞ്ഞുകൊണ്ട് നിരപരാധികളായിട്ടുള്ള ആളുകളെ പീഡിപ്പിക്കുന്നത്. പുസ്തകത്തിലെ ഇത്തരത്തിലുള്ള സാമൂഹ്യ ഭിന്നതകൾ ഉണ്ടാക്കുന്നു എന്നുള്ളതാണ് എന്നുള്ളതാണെങ്കിൽ ഈ പറയുന്ന പുസ്തകങ്ങളിലൊന്നും തന്നെ അങ്ങനത്തെ യാതൊരു പരാമർശവും ഇല്ലെന്ന് തലക്ക് വെളിവുള്ള ആളുകൾക്ക് പരിശോധിച്ചാൽ മനസ്സിലാവും. ഇത്തരം ഒരു മാനദണ്ഡം ഗോൾവാൾക്കറിൻ്റെ വിചാരധാര എന്ന പുസ്തകത്തെക്കുറിച്ച് നമ്മൾ എടുത്തു നോക്കുകയാണെങ്കിൽ എത്രയോ മുമ്പ് ബാൻ ചെയ്യേണ്ട പുസ്തകമാണത്. ഈ രാജ്യത്തെ പ്രബലമായ 3 വിഭാഗങ്ങൾ, മുസ്ലിങ്ങൾ, ക്രിസ്ത്യാനികൾ, കമ്മ്യൂണിസ്റ്റുകാർ, ഈ 3 വിഭാഗങ്ങൾ രാജ്യത്തിന് വലിയ ഭീഷണിയാണ്. ഇവരെ വളരെ അപകടകാരികളാണെന്നുള്ള ഈ 3 വിഭാഗത്തിനെതിരെയും കടുത്ത സ്പർദ്ധയും ശത്രുതയും വിവേചനവും സൃഷ്ടിക്കുന്ന ഒരു പരാമർശമുള്ള ഒരു പുസ്തകം വാസ്തവത്തിൽ ഒരു ക്രിമിനൽ ടെക്സ്റ്റാണ്. അതിനെതിരെ എന്ത് നടപടിയാണ് ഇതുവരെ ഉണ്ടായിട്ടുള്ളത്? പ്രഭാകരൻ, അസവർണർക്ക് നല്ലത് ഇസ്ലാം എന്ന പുസ്തകത്തിന്റെ പ്രസാധകനാണ് താങ്കൾ. 1930കളിൽ പുറത്തിറങ്ങിയിട്ടുള്ള ഒരു പുസ്തകം, പിന്നീട് അതിൻ്റെ പല പതിപ്പുകളും പുറത്തിറങ്ങി, അതിൻ്റെ പുനഃപ്രസാധനം നടന്നു. ആ കാലഘട്ടത്തിലുള്ള ഒരു സാമൂഹ്യ സാഹചര്യമല്ല ഇന്നുള്ളത്. മുൻകാലങ്ങളിൽ പിന്നോക്ക കീഴാള ജാതിക്കാർ വ്യാപകമായി മതപരിവർത്തനം നടത്തിയിരുന്നു. അതിനവരെ പ്രേരിപ്പിക്കുന്ന തരത്തിലുള്ള ചില ഗ്രന്ഥങ്ങളും ലഘുലേഖകളും ധാരാളമായി പുറത്തിറങ്ങിയിരുന്നു. അത്തരത്തിലുള്ള ഒരു ഗ്രന്ഥം ഇക്കാലത്ത് ഇറങ്ങുമ്പോൾ അത് സമൂഹത്തിൽ ഛിദ്രതയുണ്ടാക്കും എന്ന് വാദിക്കപ്പെടുന്നുണ്ട്. ചിലർ അങ്ങനെ വാദിക്കാറുണ്ട്. എന്താണ് അതിനോടുള്ള പ്രതികരണം? ഇത് തികച്ചും രാഷ്ട്രീയമായിട്ടുള്ള ഒരു ഗൂഢാലോചനയുടെ ഭാഗമാണ്. തികഞ്ഞ ഗൂഢാലോചനയാണ് ഇതിൻ്റെ പിന്നിലുള്ളത്. കാരണം ഈ കേരളത്തിൻ്റെ രാഷ്ട്രീയ സാഹചര്യം നോക്കുകയാണെങ്കിൽ ഇടതു മുന്നണിയായാലും വലതു മുന്നണിയായാലും ഇതിൽ ഹിന്ദു വോട്ടുകളാണ് അവർ ഉദ്ദേശിക്കുന്നത്. ഇപ്പോൾ ഇടതു മുന്നണി ഒരു തികഞ്ഞ ഒരു ഹൈന്ദവ മുൻതൂക്കമുള്ള ഒരു ഗ്രൂപ്പാണ്. വലതു മുന്നണിയിൽ ഹിന്ദുക്കൾ ഒരു നിർണായകമായിട്ടുള്ള ക്രിസ്ത്യാനികളും മുസ്ലിങ്ങളും ചേരുമ്പോൾ തന്നെയുള്ളൊരു മെജോറിറ്റി ഉണ്ട്. അപ്പോൾ ഈ ബാക്കി വരുന്ന ഹിന്ദു മെജോറിറ്റിയുടെ വോട്ട് സമാഹരിക്കുക എന്നുള്ളത് ഇവിടുത്തെ UDFനെ സംബന്ധിച്ചിടത്തോളം വളരെ നിർണായകമാണ്. അതുകൊണ്ടാണ് ഈ രീതിയിലുള്ള ഈ കലാപരിപാടി ആരംഭിക്കുന്നത്. യാതൊരു ലോജിക്കും ഈ നടപടിക്ക് പിന്നിൽ നമുക്ക് കണ്ടെത്താൻ സാധ്യമല്ല. നിലവിലുള്ള ഇന്ത്യൻ ഭരണഘടന അനുശാസിക്കുന്ന അതിൻ്റെ സ്പിരിറ്റിനോ ഇതിനോ പൊരുത്തപ്പെടാത്ത രീതിയിലുള്ള നീക്കങ്ങളാണ് നടന്നുകൊണ്ടിരിക്കുന്നത്. നൂറ്റാണ്ടുകളായി രാജ്യത്ത് നിലനിൽക്കുന്ന ഒരു കാര്യം ചിന്തിക്കാൻ അനുവദിക്കാതിരിക്കുക എന്നുള്ളതാണ്. ചിന്തിക്കാൻ പാടില്ല, ചിന്തിക്കാൻ പ്രേരിപ്പിക്കാൻ പാടില്ല. അതാണ് ഈ രാജ്യത്ത് നിഷിദ്ധമായിട്ടുള്ള ഒരേ ഒരു കാര്യം. പ്രഭാകരൻ, സംഘപരിവാർ സംഘടനകളുടെ നേതൃത്വത്തിൽ മതപരിവർത്തന നിരോധന നിയമം വേണം, അത്തരത്തിലുള്ള നിയമങ്ങൾ ആവശ്യമാണ് എന്ന് വാദിച്ചുകൊണ്ടിരിക്കുന്ന ഒരു സാഹചര്യത്തിലാണ് മതപരിവർത്തനത്തിന് പ്രേരിപ്പിക്കുന്ന ഒരു പുസ്തകം പ്രസാധനം ചെയ്യപ്പെടുന്നത്. ഇത് തന്നെയാണ് വിമർശന വിധേയമാവുന്നത്. ഈ പുസ്തകം മതപരിവർത്തനത്തിന് പ്രേരിപ്പിക്കുന്ന കൃതി 1936 ഇറങ്ങിയ കൃതിയാണ്. ഇതിൻ്റെ 4 എഡിഷനുകൾ ഇപ്പോൾ ഇറങ്ങി കഴിഞ്ഞു. ഇന്ത്യൻ ഭരണഘടന എല്ലാ ജനവിഭാഗങ്ങൾക്കും എല്ലാ മതവിശ്വാസികൾക്കും തങ്ങളുടെ വിശ്വാസങ്ങൾ പ്രചരിപ്പിക്കാനും അതിൽ മറ്റുള്ളവരെ ആകർഷിക്കാനുമുള്ള അവകാശമുണ്ട്. ഇപ്പോൾ രാഷ്ട്രീയ പ്രത്യയശാസ്ത്രമായാലും മതപ്രത്യയശാസ്ത്രമായാലും അത് പ്രചരിപ്പിക്കാനുള്ള റൈറ്റ് ഉണ്ട്. ഇസ്ലാം ഒരു മഹത്തായിട്ടുള്ളൊരു ദർശനമാണെന്നും ഇതിലൂടെ ജനങ്ങൾക്ക് അധസ്ഥിതർക്ക് മോചനം സാധ്യമാണെന്നും പറയാനുള്ള അവകാശം മുസ്ലിങ്ങൾക്കുണ്ട്. കമ്മ്യൂണിസം ഒരു രാഷ്ട്രീയ ദർശനമാണ്, അതിലൂടെയാണ് വിമോചനം സാധ്യമാണെന്ന് പറയാൻ കമ്മ്യൂണിസ്റ്റുകാർക്ക് അവകാശമുണ്ട്. എല്ലാ ജനവിഭാഗങ്ങളും ഭരണഘടന അനുശാസിക്കുന്ന ഒരു മൗലികമായിട്ടുള്ള റൈറ്റാണിത്. ഇത് അനുവദിക്കാൻ പാടില്ല എന്ന് പറഞ്ഞാൽ ഇത് പച്ചയായിട്ട് ഒരു ഫാസിസ്റ്റ് സ്റ്റേറ്റായി കഴിഞ്ഞോ? എന്താണ് ഇപ്പോൾ ഇതിൻ്റെ പോക്കിൻ്റെ അർത്ഥം? ജനാധിപത്യം എന്നുള്ളൊരു കൺസെപ്റ്റ് ഇപ്പോഴും നമ്മൾ അംഗീകരിക്കുന്നുണ്ടല്ലോ. എൻ പി ചെക്കുട്ടി ടെലിഫോൺ ലൈനിൽ തുടരുന്നുണ്ടെന്ന് പ്രതീക്ഷിക്കുന്നു. ശ്രീ എൻ പി ചെക്കുട്ടി, ഇതാണ് പ്രധാനപ്പെട്ട പ്രശ്നം. ഭരണഘടന അനുവദിക്കുന്ന ചില അവകാശങ്ങളുടെ മേൽ കൈകടത്തൽ നടത്തുന്നു. അതിന് മറ്റു ചില കാര്യങ്ങൾ മറയാക്കപ്പെടുന്നു. അത്
ചെറുക്കപ്പെടേണ്ടതാണ് ശക്തമായ രീതിയിൽ തന്നെ. അത്തരം ചെറുത്തുനിൽപ്പുകൾ വലിയ തോതിൽ ഉണ്ടാകുന്നില്ല എന്ന് തോന്നുന്നു. പ്രത്യേകിച്ച് പുസ്തക പ്രസാധകർക്കെതിരെ നടപടിയെടുത്തപ്പോൾ വലിയ വിമർശങ്ങൾ അതിനെതിരെ ഉയർന്നു കണ്ടില്ല. നമ്മൾ ഈ വിഷയത്തെ കാണേണ്ടത് ഈ ഗ്ലോബലൈസ്ഡ് സ്റ്റേറ്റിന്റെ താല്പര്യങ്ങളും ഫിനാൻസ് ക്യാപിറ്റലിന്റെ താല്പര്യങ്ങളും ഒക്കെ ബന്ധപ്പെടുത്തിയിട്ട് വേണം. രാജ്യത്ത് ഡെമോക്രാറ്റിക് റൈറ്റ്സിനെ നിയന്ത്രിക്കാൻ ഇല്ലായ്മ ചെയ്യാനുള്ള നീക്കം ആണ് അവർ നടത്തുന്നത്. കാരണം ഇന്ത്യയുടെ വിവിധ ഭാഗങ്ങളിൽ ഇത്തരത്തിലുള്ള ശക്തമായിട്ടുള്ള പ്രതികരണങ്ങൾ വരുന്നത് ഭൂമി പിടിച്ചെടുക്കുന്നതിനായിട്ട് അവരുടെ റിസോഴ്സസ് ഇല്ലായ്മ ചെയ്യുന്നതിനായി പിന്നോക്ക വിഭാഗങ്ങളുടെ നടത്തുന്ന അതിക്രമങ്ങൾക്കെതിരായിട്ട് വളരെ ശക്തമായിട്ടുള്ള ജനകീയ മുന്നേറ്റങ്ങൾ വരുന്നുണ്ട്. അപ്പൊ അതിന് അനുകൂലമായി വരാകുന്ന എല്ലാ ചിന്താധാരകളെയും അതിന് അനുകൂലമായിട്ട് വരാവുന്ന എല്ലാ രാഷ്ട്രീയ നിലപാടുകളെയും ഇല്ലായ്മ ചെയ്യുക എന്നുള്ളത് ഈ ഗ്ലോബൽ പൊളിറ്റിക്കൽ ഫോഴ്സിന്റെ താല്പര്യമാണ്. ആ ഒരു അന്തരീക്ഷത്തിലാണ് ഇപ്പൊ ഈ അറ്റാക്കുകൾ നടക്കുന്നത്. മാധ്യമങ്ങളെ തടയാനുള്ള നീക്കങ്ങള്, മാധ്യമങ്ങളെ ഇല്ലായ്മ ചെയ്യാനുള്ള നീക്കങ്ങള്, സ്വന്തം ചിന്താഗതിക്കാരായിട്ടുള്ള ബുദ്ധിജീവികളെ തടയാനുള്ള നീക്കങ്ങള്, ഇതെല്ലാം നമ്മൾക്ക് മനസ്സിലാക്കി തരുന്ന ഒരു കാര്യം സ്റ്റേറ്റിന്റെ താല്പര്യങ്ങളെ നമ്മുടെ ഡെമോക്രാറ്റിക് ആയിട്ടുള്ള സിസ്റ്റത്തിനകത്ത് അവർക്ക് മുന്നോട്ട് കൊണ്ടുപോകാൻ കഴിയില്ല. അതുകൊണ്ട് ഡെമോക്രസിയെ അട്ടിമറിക്കാനുള്ള നീക്കമാണ് ഇപ്പൊ നടക്കുന്നത്. ഈ പത്രങ്ങളുടെ നേരെയൊക്കെ അറ്റാക്ക് അല്ലെ ഇന്റലക്ച്വൽസിന്റെ നേരെയുള്ള അറ്റാക്ക് എന്ന് പറയുന്നത് രാജ്യത്തെ ചിന്തിക്കുന്ന വിഭാഗങ്ങളെ പൂർണ്ണമായി ഇല്ലായ്മ ചെയ്യുക എന്നുള്ളതാണ്. ഇതൊരു ഫാസിസ്റ്റ് സ്റ്റേറ്റ് സ്വഭാവമാണ്. ആ ഒരു സ്വഭാവം നമ്മുടെ സ്റ്റേറ്റ് കാണിക്കാൻ തുടങ്ങിയിരിക്കുന്നു എന്നുള്ള വളരെ ആപൽക്കരമായിട്ടുള്ള ഒരു മെസ്സേജാണ് ഇപ്പോഴത്തെ സംഭവങ്ങൾ നമുക്ക് നൽകുന്നത്. എൻ പി ചെക്കുട്ടി, സ്റ്റേറ്റിന്റെ കാര്യമെടുക്കുമ്പോൾ രാഷ്ട്രീയ പാർട്ടികൾ ഭേദമില്ലാതെ ഒരേ രീതിയിൽ പെരുമാറുന്നു എന്ന് തന്നെ വേണം കരുതാൻ. ഓഫ് കോഴ്സ്. കാരണം രാഷ്ട്രീയ കക്ഷികള് ഒരു ക്ലാസിന്റെ റെപ്രസെന്റേറ്റീവ്സ് ആണ്, ഒരു ക്ലാസ് ആണ്. ഇപ്പൊ പാർട്ടികളല്ല, അവരെ നിയന്ത്രിക്കുന്ന ഒരു ക്ലാസ് ആണ്. ആ ക്ലാസിന്റെ താല്പര്യങ്ങളെയാണ് അവർ പ്രതിനിധീകരിക്കുന്നത്. ഇപ്പൊ നേരത്തെ ഇടതുപക്ഷമൊക്കെ ഇത്തരം ക്ലാസ്സിന് കൂടി ആയിരുന്നില്ല. അവർ കൂടുതൽ പിന്നെ സബാൾട്ടേൺ ആയിട്ടുള്ള അടിസ്ഥാന വിഭാഗങ്ങളുടെ അധ്വാനിക്കുന്ന വിഭാഗങ്ങളുടെ കൂടിയായിരുന്നു. ആ കമ്മ്യൂണിസ്റ്റുകാരടക്കം ഇപ്പൊ പതുക്കെ മറുഭാഗത്തേക്ക് പോയി എന്നുള്ള വളരെ വേദനാജനകമായ ഒരു അന്തരീക്ഷമുണ്ട്. അപ്പൊ സ്വാഭാവികമായിട്ടും രാജ്യത്ത് നടക്കുന്ന ഒരു പുതിയ തരത്തിലുള്ള വർഗസമരത്തിന്റെ ലക്ഷണങ്ങളാണ് ഇത് നമ്മൾ കാണുന്നത്. അത് സ്വാഭാവികമായിട്ടും അതിന്റെ ആദ്യത്തെ ഇരയായിട്ട് വരുന്നത് ന്യൂനപക്ഷങ്ങള്, ദളിതര്, പിന്നാക്കക്കാര്, അങ്ങനെയൊക്കെയുള്ള ആളുകളാണ്. പക്ഷെ ജനാധിപത്യവാദികളായിട്ടുള്ള എല്ലാ ആളുകളും ഇക്കാര്യത്തിൽ ഉത്കണ്ഠാകുലരാവേണ്ടത്. കാരണം ജനാധിപത്യം ഇല്ലെങ്കിൽ ഇന്ത്യൻ സൊസൈറ്റിയിലെ ഒരുപാട് ആളുകൾക്ക് ഇപ്പൊ മുന്നിൽ നിൽക്കുന്ന ആളുകൾക്ക് പോലും അധികകാലം ഇവിടെ സ്വസ്ഥമായിട്ട് ജീവിക്കാൻ കഴിയാത്ത ഒരു സാഹചര്യം വരും. ആ ഒരു റിയലൈസേഷൻ ഈ പ്രശ്നങ്ങളിലൂടെ ഉണ്ടാവുകയാണെങ്കിൽ അത് നല്ലതാണ് എന്ന് മാത്രമേ എനിക്ക് പറയാം. എൻ പി ചെക്കുട്ടി, ദയവായി തുടരുക. ലാലി വിൻസെന്റ്, ഇവിടെ ചെക്കുട്ടി സൂചിപ്പിക്കുന്ന ഒരു കാര്യം, ഇപ്പോൾ റെയ്ഡ് നടത്തിയ സ്ഥാപനങ്ങൾ തന്നെ എടുക്കുക. അതിൽ മന്ത്രിയായ എം കെ മുനീർ ഉടമയായ ഒരു പുസ്തക പ്രസാധനാലയം പ്രസിദ്ധീകരിച്ച കാക്കിയും വർഗീയ കലാപങ്ങളും എന്ന പേരിലുള്ള ഒരു പുസ്തകം, അത് ഇന്ത്യയിൽ നടന്നിട്ടുള്ള വർഗീയ കലാപങ്ങളിൽ പോലീസ് എങ്ങനെ പക്ഷപാതപരമായി പെരുമാറി എന്ന് അന്വേഷിക്കുന്ന ഒരു ഗവേഷണ ഗ്രന്ഥമാണ്. അതുപോലും പോലീസ് കണ്ടുകെട്ടി പിടിച്ചെടുത്തുകൊണ്ട് പോയിരിക്കുന്നു. വളരെ വ്യക്തമല്ലേ ഇത്തരത്തിലുള്ള ഒരു ഫാഷിസ്റ്റ് നിലപാട്, ഭരണകൂടത്തിന്റെ ഒരു ഫാഷിസ്റ്റ് നിലപാടിന്റെ ഉപകരണമാവുകയല്ലേ പോലീസ് ഇവിടെ ചെയ്യുന്നത്? അതാണ് ഞാൻ അത്ഭുതത്തോടെ വീക്ഷിക്കുന്നത്. കാരണം നമ്മുടെ സമൂഹത്തിന്റെ വ്യവസ്ഥതയനുസരിച്ച് ആശയപരമായ വിപ്ലവങ്ങൾ പ്രദാനം ചെയ്യാൻ ഗ്രന്ഥങ്ങൾക്ക് കഴിയും. ഏത് ഗ്രന്ഥം എടുത്ത് വായിച്ചാലും വായനക്കാരുടെ മനസ്സിലേക്ക് ചില പദങ്ങളും ചില പ്രയോഗങ്ങളും ചില സംഭവങ്ങളും അറിയാതെ തന്നെ കടന്നു കയറും എന്നുള്ളത് സത്യമായ വസ്തുതയാണ്. അപ്പോൾ ഇതുപോലെയുള്ള ഗ്രന്ഥങ്ങളിൽ നമുക്ക് വായിച്ചിരുന്നെങ്കിൽ എനിക്ക് കുറച്ചുകൂടെ ഭംഗിയായിട്ട് പറയാൻ കഴിയില്ല. ഇതേപോലെയുള്ള ഗ്രന്ഥങ്ങളിൽ അതുപോലെയുള്ള ആശയക്കുഴപ്പങ്ങൾ ഉണ്ടാകുമെന്നുള്ള മുൻവിധിയാണോ, അതല്ലെങ്കിൽ വസ്തുതകളെ വളച്ചൊടിച്ച് പോലീസിനെയോ മറ്റുള്ളവരെയോ ആക്രമിച്ച് ആക്ഷേപിക്കത്തക്ക രീതിയിലുള്ള പ്രസ്താവനകൾ ഉണ്ടായതുകൊണ്ടാണോ, അല്ല ഇത് ക്രമസമാധാന നിലയെ തീർത്തും തകർത്തുമെന്നുള്ള ധാരണയിലാണോ? ശ്രീമതി ലാലി വിൻസെന്റ്, ഇവിടെ പരാമർശ വിധേയമായ 3 പുസ്തകങ്ങളും, അതിൽ ആദ്യത്തെ പുസ്തകം 20 വർഷമായി പ്രസിദ്ധീകരിക്കപ്പെട്ടിട്ട്, മറ്റൊരു പുസ്തകം 6 പതിറ്റാണ്ടായി കേരളത്തിൽ മലയാളത്തിൽ ലഭ്യമാണ്. ഇപ്പോൾ പറഞ്ഞ കാക്കിയും വർഗീയ കലാപങ്ങളും എന്ന പുസ്തകം ഇംഗ്ലീഷ് ഭാഷയിൽ നിരവധി വർഷങ്ങളായി പ്രസിദ്ധീകരിക്കപ്പെട്ടിട്ട് അന്നൊന്നും ഉണ്ടാവാത്ത സാമൂഹ്യ സുരക്ഷാ ആശങ്ക ഇപ്പോൾ ഒരു തീവ്രവാദ കേസിൽ ഒരു കോടതി വിധി ഉണ്ടാകുമ്പോൾ അല്ലെങ്കിൽ ലോക്സഭാ തെരഞ്ഞെടുപ്പ് അടുത്തു വരുമ്പോൾ ഉണ്ടാകുന്നത് എങ്ങനെയാണ്? തീർച്ചയായിട്ടും അത് ഒരു വിഷമമുണ്ടാക്കുന്ന ഒരു അവസ്ഥയാണ്. കാരണം നമുക്കിവിടെ സംസ്ഥാന സ്വാതന്ത്ര്യമുണ്ട്,
ലേഖനങ്ങൾ എഴുതാനും പുസ്തകങ്ങൾ പ്രകാശനം ചെയ്യാനും നമ്മുടെ ചിന്തകൾ സമൂഹത്തിൽ പ്രചരിപ്പിക്കാനും അവകാശമുള്ളതാണ്. പക്ഷേ സാമൂഹ്യ സുരക്ഷയുടെ ഭാഗമായി ഗ്രന്ഥങ്ങളെ നിരോധിക്കുന്നതിന് നിയമങ്ങൾ ഉള്ളതാണ്. ഈ വിഷയത്തെക്കുറിച്ച് കൂലങ്കഷമായി പറയണമെങ്കിൽ തീർച്ചയായും ആ ഗ്രന്ഥങ്ങൾ എനിക്ക് വായിക്കുക തന്നെ വേണം. പോലീസ് എന്തുകൊണ്ട് ഈ ഗ്രന്ഥങ്ങൾ ഇതുപോലെ തടസ്സപ്പെടുത്തത്തക്ക രീതിയിൽ എടുത്തുകൊണ്ട് പോയി എന്നതിന് കൃത്യമായ ഉത്തരം പറയുന്നത് തന്നെ പോലീസാണ്. അവർക്ക് ലഭിച്ച നിർദ്ദേശം എന്താണോ, അവർക്ക് ലഭിച്ച ഇൻഫർമേഷൻ എന്താണോ, ഈ ഗ്രന്ഥങ്ങളിലെ ഏത് ഭാഗങ്ങളാണ് സാമൂഹ്യ സുരക്ഷയെയും നിയമത്തെയും അതിക്രമിച്ച് മറികടക്കുന്ന സാഹചര്യങ്ങൾ ഉണ്ടാക്കിയിട്ടുള്ളത് എന്ന് വിശദീകരിക്കേണ്ടത് പോലീസാണ്. സംസാര സ്വാതന്ത്ര്യം കൃത്യമായി നമ്മുടെ നാട്ടിൽ നിലനിൽക്കെ പോലീസ് ഇങ്ങനെ ലാലി വിൻസെന്റ് ഒന്ന് ഇടപെടട്ടെ. ലാലി വിൻസെന്റ്, ഇന്ന് ഈ വിഷയത്തിൽ ചർച്ചയിൽ പ്രതികരിക്കാൻ വേണ്ടി ആഭ്യന്തരമന്ത്രി തിരുവഞ്ചൂർ രാധാകൃഷ്ണനെ ബന്ധപ്പെട്ടപ്പോൾ അദ്ദേഹം പറഞ്ഞത് ഈ കേസിനെ പറ്റി പഠിച്ചിട്ട് പ്രതികരിക്കാമെന്നാണ്. യഥാർത്ഥത്തിൽ ഈ പുസ്തകങ്ങൾക്കെതിരായ നീക്കം നേരത്തെ തന്നെ നടന്നിട്ടുണ്ട്. അസവർണർക്ക് നല്ലത് ഇസ്ലാം എന്ന പുസ്തകം ഒരു തീവ്രവാദ കേസിലെ പ്രതിയെ അറസ്റ്റ് ചെയ്യുന്നതിന് മുമ്പായി അദ്ദേഹത്തിന്റെ വീടിൽ നിന്ന് കണ്ടുകെട്ടിയിട്ടുണ്ട്. അദ്ദേഹം തീവ്രവാദിയാണ് എന്ന് തെളിയിക്കാൻ ഈ പുസ്തകമാണ് തെളിവായി കോടതിയിൽ ഹാജരാക്കിയിട്ടുള്ളത്. ഇത്രയും സംഭവങ്ങൾ ഇതിന് മുൻകാലങ്ങളിൽ നടന്നിരിക്കെ ഈ കേസിനെ കുറിച്ച് ഒന്നും അറിയില്ല എന്ന ആഭ്യന്തരമന്ത്രി പ്രതികരിക്കുന്നത് എത്രമാത്രം സത്യസന്ധമാണ്? അത് അദ്ദേഹത്തിനോട് തന്നെ ചോദിക്കേണ്ടതാണ്. കാരണം പ്രധാനപ്പെട്ട കേസുകളാണ് ഗ്രന്ഥങ്ങൾ നിരോധിക്കുക, ഗ്രന്ഥങ്ങൾ കണ്ടുകെട്ടുക മുതലായ കാര്യങ്ങളെല്ലാം സമൂഹത്തിനെ, പ്രത്യേകിച്ച് എഴുത്തുകാരുടെ സമൂഹത്തിനെ, വായനക്കാരുടെ സമൂഹത്തിനെ, സാംസ്കാരിക വിനോദങ്ങളിൽ പ്രവർത്തിക്കുന്ന ആളുകളൊക്കെ ഇഷ്ടപ്പെടാത്ത ഒരു മാനസിക ഭാവത്തിൽ എത്തിക്കുന്നതിന് സഹായിക്കുന്ന കാര്യങ്ങളാണ്. അങ്ങനെ ഇരിക്കാൻ പോലീസ് ഇത്രയും ഗ്രന്ഥങ്ങൾ കണ്ടുകെട്ടാൻ ശ്രമിക്കുമ്പോൾ തീർച്ചയായിട്ടും പോലീസ് ഉദ്യോഗസ്ഥന്മാർ അത് മേലുദ്യോഗസ്ഥന്മാരോടും ആഭ്യന്തരമന്ത്രിയോടും ആശയവിനിമയം ചെയ്തിരിക്കേണ്ടതാണ്. സമൂഹത്തിൽ കോലാഹലം സൃഷ്ടിക്കാൻ സാധിക്കുന്ന ചില വിഷയങ്ങളാണ് ഇതുപോലെയുള്ള കേസുകൾ. ഗ്രന്ഥങ്ങൾ നിരോധിക്കുക, ഗ്രന്ഥശാലകൾ അടച്ചുപൂട്ടുക, എഴുത്തുകാരെ അറസ്റ്റ് ചെയ്യുക മുതലായവയെല്ലാം തീർച്ചയായിട്ടും സാംസ്കാരിക ലോകം ശ്രദ്ധിക്കും. ഇവിടുത്തെ സാഹിത്യ നായകന്മാരും സാംസ്കാരിക നായകന്മാരും കൃത്യമായി ഇറങ്ങുന്ന ഗ്രന്ഥങ്ങൾ, അവയുടെ നിരൂപണങ്ങൾ, അവയുടെ അവതാരങ്ങളൊക്കെ വായിക്കുകയും നിരൂപിക്കുകയും വിമർശിക്കുകയും ഒക്കെ ചെയ്യുന്നവരാണ്. അവർ തീർച്ചയായിട്ടും ഇത്തരം പ്രവർത്തനങ്ങൾ പ്രതികരിക്കേണ്ടതാണ് എന്നാണ് എന്റെ അഭിപ്രായം. റൈറ്റ് ലാലി വിൻസെന്റ്, തിരിച്ചു വരാം താങ്കളിലേക്ക്. വി പ്രഭാകരനിലേക്ക് ഒരിക്കൽ കൂടി. ശ്രീ വി പ്രഭാകരൻ, അസവർണർക്ക് നല്ലത് ഇസ്ലാം എന്ന പുസ്തകം പ്രസിദ്ധീകരിക്കപ്പെട്ടിട്ട് ഏറെക്കുറെ 80 വർഷമാകുന്നു. ഇക്കാലയളവിനിടയിൽ താങ്കൾ അത് പുനഃപ്രസാധനം ചെയ്തു. ഇക്കാലയളവിനിടയിൽ എന്തെങ്കിലും പരാതികൾ ഈ പുസ്തകത്തിനെതിരെ ഉയർന്നിട്ടുണ്ടോ? ഏതെങ്കിലും തരത്തിലുള്ള അന്വേഷണങ്ങൾ താങ്കൾക്ക് നേരിടേണ്ടി വന്നിട്ടുണ്ടോ? 1936 ഇത് ആദ്യമായിട്ട് കൊച്ചിയിലെ തിയ യൂത്ത് ലീഗ് എന്ന സംഘടന പ്രസിദ്ധീകരിക്കുന്നത്. ഇത് 80കളിൽ ഒരു പഴയ ലൈബ്രറിയിൽ നിന്നും എനിക്ക് ഈ പുസ്തകം കിട്ടിയപ്പോൾ ഞാനത് 88 ആദ്യമായിട്ട് പുനഃപ്രസിദ്ധീകരിക്കുന്നത്. അതിനുശേഷം 3 എഡിഷൻ, മൊത്തത്തിൽ 4 എഡിഷൻ വന്നു കഴിഞ്ഞു. ഇതുവരെ ഈ പുസ്തകത്തെക്കുറിച്ചിട്ട് യാതൊരു പരാതിയും ഒരു സർക്കിളിൽ ഉണ്ടായിട്ടില്ല. കാരണം ഇതൊരു കേരളത്തിൻ്റെ ഒരു കാലഘട്ടത്തിൻ്റെ സാമൂഹ്യ ചരിത്രമാണ് ഇതിലൂടെ നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്. പുതിയ തലമുറക്ക് ഇന്നലെകളെക്കുറിച്ചിട്ട് തിരിച്ചറിയാൻ സഹായിക്കുന്ന ഒരു പ്രധാനപ്പെട്ട ഒരു പഠനം കൂടിയാണിത്. ഈഴവർ ഒരു കാലഘട്ടത്തിലും ഒരു തരത്തിലും ഹിന്ദുക്കളായിരുന്നില്ലെന്നും ജന്തുക്കളുടെ പരിഗണന പോലും കിട്ടാത്തൊരു വിഭാഗമായിരുന്നെന്നും ആരാണ് അവരെ ഹിന്ദുക്കളാക്കിയതെന്നും ഏത് മതഗ്രന്ഥത്തിൻ്റെ അടിസ്ഥാനത്തിലാണ് അവർ ഹിന്ദുക്കളാക്കപ്പെട്ടതെന്നും എന്നൊക്കെ തിരിച്ചറിയാൻ സഹായിക്കുന്ന ഒരു പുസ്തകമാണ്. ഈഴവരും ദലിതരൊക്കെ ഹിന്ദുക്കളാക്കപ്പെട്ടത് രാഷ്ട്രീയ തീരുമാനത്തിൻ്റെ പൊളിറ്റിക്കൽ ഡിസിഷൻ്റെ ഭാഗമാണ്. ഒരു പൊളിറ്റിക്കൽ ഡിസിഷനിലൂടെയാണോ ഒരു ജനത്തെ മതവിഭാഗത്തിൽ ഉൾപ്പെടുത്തുന്നത്? ആ മതഗ്രന്ഥത്തിൻ്റെ അടിസ്ഥാനത്തിലല്ലേ? അപ്പോൾ ജന്തുക്കളായി പരിഗണിക്കപ്പെടാത്ത ആളുകളെ ഹിന്ദുക്കളാക്കിയ ഇതിൻ്റെ പിന്നിലെ ഗുട്ടൻസ് ഇത് മനസ്സിലാക്കിയ അന്നത്തെ നേതൃത്വം, ഈഴവ നേതൃത്വം, ഈഴവരുടെ ഹിന്ദുക്കളല്ല എന്നുള്ള അവരുടെ ഐഡൻറ്റിറ്റി വ്യക്തമാക്കുന്ന ഒരു പഠനങ്ങളാണ് ഇതിനകത്ത് കാണുന്നത്. സഹോദരൻ കേരളത്തിലെ യുക്തിവാദി പ്രസ്ഥാനത്തിൻ്റെ സ്ഥാപകനെന്ന് പറയാവുന്ന അദ്ദേഹമാണ് ഇതിലെ ഒരു പ്രധാനപ്പെട്ട ലേഖകൻ.
ഇസ്ലാമിൻ്റെ മഹത്വവും ഇന്ത്യ നേരിടുന്ന ഇന്ത്യൻ ജനത നേരിടുന്ന പ്രശ്നങ്ങൾ, ഈ അധസ്ഥിത സമൂഹത്തിന് നേരിടുന്ന മനുഷ്യാവകാശ ധ്വംസനങ്ങൾ, ജാതീയമായ വിവേചനങ്ങൾ, ഇതിനൊക്കെ പരിഹാരമായിട്ട് കാണാവുന്ന വളരെ നല്ലൊരു പകരം വെക്കാവുന്ന ഒരു ദർശനമാണ് ഇസ്ലാം എന്നുള്ള സജഷനാണ് അവർ വെക്കുന്നത്. കാര്യകാരണ സഹിതം വെറുതെ പറഞ്ഞു പോകല്ല.